ഇത്രത്തോളം എന്നെ സ്നേഹിച്ച എന്നേശുവേ, ഇത്രത്തോളം എന്നെ നടത്തിയ എൻ ദൈവമേ, ഇനിയും നിന്നെ പിരിഞ്ഞു ജീവിതം ഇല്ലെനിക്ക്, ഇനിയുമെന്നും നീ മതി, നീ മതി. കർത്താവ് പ്രവാചകങ്ങൾ പറയാ, ഓക്കെ, നിനക്ക് മനസ്സിലായല്ലോ നിനക്ക് ജീവിക്കാനുള്ള അവകാശമില്ലെന്ന്. പക്ഷേ ഒരു ദുഷ്ടനും മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്റെ ആഗ്രഹം മുഴുവൻ എന്താണ്? എല്ലാവരും ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഒരു കാരണവശാലും നീ നശിച്ചു പോകേണ്ട കാര്യമില്ല. അവൻ പറഞ്ഞു ഞങ്ങൾ നശിക്കേ ഉള്ളെന്ന്. അവൻ പറഞ്ഞു എനിക്ക് യോഗ്യതയില്ലെന്ന്. ദാവീദ് പ്രാർത്ഥിക്കുന്നത് പോലെ എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനാണ്, നീ എന്നെ കൊന്നാലും എനിക്ക് തിരിച്ചൊന്നും അവകാശപ്പെടാനില്ല. കർത്താവ് പറഞ്ഞു ഇല്ല, നീ മരിക്കയില്ല. ദുഷ്ടന്റെ മരണത്തിന് എനിക്ക് പ്രസാദമില്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അപ്പൊ ദുഷ്ടൻ വഴി വിട്ടുതിരിഞ്ഞാൽ എന്ത് ചെയ്യും? ജീവിക്കും. ഞങ്ങൾ മരിക്കേ ഉള്ളൂ എന്നൊരു ദുഷ്ടൻ പറയുമ്പോൾ കർത്താവ് പറയാണ്, നീ എന്തിനാ മരിക്കുന്നത്? വഴി വിട്ടുതിരിയ, നിനക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ നമുക്ക് ജീവൻ കർത്താവ് ഓഫർ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിവീൻ, തിരിവിൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? നിങ്ങൾ എന്തിനാ മരിക്കുന്നത്? നിങ്ങൾ മരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ദുഷ്ടതയിൽ തുടരാനുള്ള മോഹം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ആരും മരിക്കേണ്ട കാര്യമില്ല. ഒരു ദുഷ്ടനും മരിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നില്ല. 12-ാമത്തെ വാക്യത്തിൽ, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പറയേണ്ടത്, നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവന്റെ നീതി. 11-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ദുഷ്ടൻ അകൃത്യത്തിൽ തുടരുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? ദുഷ്ടതയിൽ മരിക്കുകയാണ്. ഇനി അടുത്തത്, നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവന്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിയുന്ന നാളിൽ തന്റെ ദുഷ്ടതയാൽ ഇടറി വീഴുകയുമില്ല. രണ്ട് കാര്യങ്ങളുമുണ്ട്. നീതിമാനായി ജീവിച്ചിട്ട് ഒടുവിൽ അതിക്രമം ചെയ്താൽ അവന്റെ നീതി അവനെ രക്ഷിക്കത്തുമില്ല. ദുഷ്ടനായിട്ട് ജീവിച്ചിട്ട് ഒടുവിൽ നീതിയിലേക്ക് മടങ്ങി വന്നാൽ അവന്റെ ദുഷ്ടത അവനെ കൊല്ലത്തുമില്ല. കർത്താവ് പറയുന്ന കാര്യം അതാണ്. അതായത് ഏത് ദുഷ്ടനും മാനസാന്തരപ്പെടുവാനുള്ള അവസരം കർത്താവ് കൊടുക്കുന്നുണ്ട്. ഏത് നീതിമാനും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ കുറച്ചുനാൾ നീതിമാനായിരുന്നു എന്നതുകൊണ്ട് എന്തില്ല, പിന്നീട് ദുഷ്ടത ചെയ്താൽ കുഴപ്പമില്ല എന്ന് അർത്ഥമില്ല. ഞാൻ വീണ്ടും ആ ഭാഗത്തേക്ക് വരാം. ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിയുന്ന നാളിൽ അവന്റെ ദുഷ്ടതയാൽ ഇടറി വീഴുകയുമില്ല. നീതിമാൻ പാപം ചെയ്യുന്ന നാളിൽ അവന് തന്റെ നീതിയാൽ ജീവിപ്പാൻ കഴിയുമില്ല. നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ തന്റെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നു എങ്കിൽ അവന്റെ നീതി പ്രവർത്തികൾ ഒന്നും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതികേട് നിമിത്തം അവൻ മരിക്കും. അതുകൊണ്ട് ആരും ഞെളിയണ്ട. നീതിമാനോട് നീ നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അപ്പോഴത്തെ അവന്റെ അവസ്ഥയിൽ ജീവിക്കുമെന്നാണ്. നാളെ അവൻ തന്റെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നുവെങ്കിൽ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നുവെങ്കിൽ, വിശ്വാസികളിൽ പലർക്കും ഉള്ള വലിയ പ്രശ്നമാണ് അവരുടെ നീതിയിൽ ആശ്രയിച്ചു പോകും. നമ്മൾക്ക് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ രാത്രികാലങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതിനെ നീ ഓർക്കണമേ, ഉപവസിച്ചതിനെ ഓർക്കണമേ, 21 ദിവസം ഉപവസിച്ചതിനെ ഓർക്കണേ എന്ന്. ഇതൊന്നും അവിടെ കണക്കെഴുതി വെച്ചിട്ടില്ല. ഇപ്പം നീ എന്തോ ചെയ്യുന്നെന്നുള്ളതാ ചോദ്യം. വടക്കേ ഇന്ത്യയിലെ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ഇന്നാളിൽ 250 രൂപ കൊടുത്തത് നീ ഓർക്കണമേ എന്നൊന്നും പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. നീ കൊടുക്കുന്ന പൈസയോ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോ ഒന്നുമല്ല. നീ ഇപ്പോൾ എന്താണ്, എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ദേഹത്തെ ചുടാനേൽപ്പിച്ചാലും നിങ്ങൾക്കുള്ളത് മുഴുവൻ ദാനം ചെയ്താലും ഇന്ന് നിങ്ങൾ നീതികളിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ മുഴുവൻ നീതിയും നള്ളിഫൈ ചെയ്തു പോവുകയാണ്. അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകുന്നില്ല. ഞാൻ പറയുന്നതല്ല, കർത്താവ് പറയുന്ന കാര്യമാണ്. നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ തന്റെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നുവെങ്കിൽ, നീതിയിൽ ആശ്രയിച്ച്, ഭയങ്കര അപകടമാണത്. വിശ്വാസികളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും പോലും നിങ്ങൾ ആശ്രയിക്കാൻ പാടില്ല. ഇത്രയും പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയൊക്കെ ചെയ്തൊരാളല്ലേ ഞാൻ, അതുകൊണ്ട് ഈ ചെറിയ കാര്യമൊക്കെ കർത്താവ് അങ്ങ് ക്ഷമിക്കുമെന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ ശുശ്രൂഷയെ പോലും ദൈവം മാനിക്കത്തില്ല.
40 വർഷമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ നാളെ തെറ്റ് കാണിച്ചാൽ എന്റെ 40 വർഷത്തെ പ്രസംഗവും ലാപ്സായിപ്പോയി. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്നലെ പറഞ്ഞ വേദഭാഗം മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തവനെ പോലും ദൈവം മാനിക്കുന്നില്ല. കാരണം എന്താ? ദുഷ്ടത പ്രവർത്തിക്കുന്നവരായിരുന്നു നിങ്ങൾ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവേൻ. 14-ാമത്തെ വാക്യത്തില് എന്നാൽ ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് പറയുമ്പോൾ അവൻ തന്റെ പാപം വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും പണയം തിരികെ കൊടുക്കുകയും അപഹരിച്ചത് മടക്കി കൊടുക്കുകയും നീതിയോടൊന്നും ചെയ്യാതെ ജീവന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അവൻ മരിക്കാതെ ജീവിക്കും. നീതിമാനോട് ജീവിക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പിന്നീട് ദുഷ്ടത ചെയ്യാതെ നീതിമാനായി തന്നെ തുടർന്നാൽ ജീവിക്കുമെന്നാണ്. ദുഷ്ടനോട് മരിക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ദുഷ്ടതയിൽ തുടർന്നാൽ മരിക്കും, പക്ഷെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതിയിലേക്ക് വന്നാൽ അവൻ എന്ത് ചെയ്യും? അത് പ്രവൃത്തിയിൽ തെളിയിക്കണം. നീതിയും ന്യായവും പ്രവർത്തിക്കുകയും പണയം തിരികെ കൊടുക്കുകയും അപഹരിച്ചത് മടക്കി കൊടുക്കുകയും നീതികൾ ഒന്നും ചെയ്യാതെ ജീവന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ദോഷങ്ങൾ നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ മടക്കി കൊടുത്തേലേ പറ്റുള്ളൂ. സക്കായി കർത്താവിനെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നത് എന്താണ്? കർത്താവേ, ഇനി മുതൽ ഞാൻ ഒന്നും ചതിവായി വാങ്ങിക്കത്തില്ലെന്നാണോ? ആണോ? അല്ല, അവൻ പറയുന്നത് ഞാൻ ചതിവായി വാങ്ങിച്ചത് 4 മടങ്ങ് മടക്കി കൊടുക്കാം. രക്ഷിക്കപ്പെടുന്ന വ്യക്തികൾ അവർ അന്ന് വരെ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം. കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കണം. അല്ലാതെ പറയരുത്, ബ്രദറെ ഞാൻ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് എന്റെ കഴിഞ്ഞ കാലത്തെ മുഴുവൻ കാര്യങ്ങളും കർത്താവ് അങ്ങ് മായിച്ചു കളഞ്ഞു, അതുകൊണ്ട് ബ്രദറും ബുക്കിനകത്തുനിന്ന് അങ്ങ് മായിച്ചു കളഞ്ഞേരും. അങ്ങനെ കർത്താവ് പാപം മായിച്ചു കളഞ്ഞപ്പോൾ എന്റെ കടം അവന്റെ ബുക്കിനകത്തൊന്നും മായത്തില്ല. ആ കടം തിരിച്ചു കൊടുക്കണം. ഇപ്പൊ കൈ കാശില്ലെങ്കിൽ കർത്താവിന് പറയണം, കർത്താവേ എനിക്ക് മറ്റാഗ്രഹമൊന്നുമില്ല, പക്ഷെ എന്റെ കഴിഞ്ഞ കാലത്തെ എന്റെ കടങ്ങളെല്ലാം എനിക്ക് മായിച്ചു കിട്ടണം, അല്ലെങ്കിൽ അത് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റണം. കഴിഞ്ഞ കാലത്ത് ചെയ്ത തെറ്റുകൾ, ഞാൻ രാവിലെ പറഞ്ഞ പോലെ 30 കൊല്ലം മുമ്പ് കന്നിൻ കിടാവിനെ കൊന്നു കളഞ്ഞെങ്കിൽ 30 കൊല്ലത്തിന് ശേഷം മടങ്ങിച്ചെന്ന് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവർക്ക് നഷ്ടമുണ്ടായത് തിരികെ കൊടുക്കണം. നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ അതേ ഉള്ളു മാർഗം. അല്ലാതെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം തൊട്ട് ചെയ്ത തെറ്റൊന്നും തെറ്റല്ലാതാകുന്നില്ല. അതിന് മടക്കി കൊടുക്കാൻ നമുക്കറിയാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് കാര്യവും നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് പറയുമ്പോൾ അവൻ തന്റെ പാപം വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും പണയം തിരികെ കൊടുക്കുകയും അപഹരിച്ചത് മടക്കി കൊടുക്കുകയും നീതിയോട് ഒന്നും ചെയ്യാതെ ജീവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും ചെയ്താൽ അവൻ മരിക്കാതെ ജീവിക്കും. അവൻ ചെയ്ത പാപമൊന്നും അവന് കണക്കിടുകയില്ല. അവൻ നീതി ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു, അവൻ ജീവിക്കും. നോക്കുക, ദൈവസന്നിധിയിൽ എത്ര വ്യത്യസ്തമായ ഒരു ജീവിത രീതിയാണ് ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. നീതിയുള്ള ജീവിതം, മാനസാന്തരത്തിന്റെ ജീവിതം. ദൈവം ആഗ്രഹിക്കുന്നത് ആരും നശിച്ചു പോകണമെന്നല്ല. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും ദുഷ്ടത വിട്ടുതിരിയുന്ന കാര്യം. ദുഷ്ടന്റെ മരണത്തിൽ കർത്താവിന് പ്രസാദമില്ല. ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ലോകത്തിൽ ഒരു മനുഷ്യനെ പോലും നരകത്തിൽ തള്ളിവിടാൻ കർത്താവിന് ആഗ്രഹമില്ല. നമുക്കുള്ള വലിയ വെല്ലുവിളിയായത്, ലോകത്തിൽ ഒരു മനുഷ്യനെ പോലും നരകത്തിലേക്ക് തള്ളിവിടുവാൻ കർത്താവിന് ആഗ്രഹമില്ല. പക്ഷെ ആളുകൾ നരകത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ട്? കാവൽക്കാരൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ട്. നീ ചെന്ന് പറയണം, ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. മാനസാന്തരപ്പെടുവാൻ കർത്താവ് കൽപ്പിക്കുന്നു. സഭയിലും പറയണം, സഭയ്ക്ക് പുറത്തും പറയണം. കാരണം എല്ലായിടത്തും എല്ലാവരും, നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 17-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം വായിക്കുമ്പോൾ പൗലോസിന്റെ പ്രസംഗത്തില് പൗലോസ് പ്രസംഗിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു.
അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കാൻ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും, ഞാൻ ആഫ്രിക്കയില് ഇവാഞ്ചലിസം റിലേറ്റഡ് ആയിട്ടുള്ള സെമിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സെമിനാറിന് വേണ്ടി ഒന്നും നടത്തുന്ന സെമിനാറല്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അക്രൈസ്തവർ കൂടുതലുള്ള ഒരു രാജ്യത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഇവാഞ്ചലിസം നാമമാത്രമായിട്ട് കുറെ ക്രൂസൈഡുകാർ വന്നിട്ട് ക്രൂസൈഡ് നടത്തുന്നതേ ഉള്ളൂ. സാധാരണക്കാരന്റെ അടുത്തോട്ട് സുവിശേഷം എത്തുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല. ഞാൻ ചെല്ലുന്ന സമയത്ത് 20 വർഷം മുമ്പ് സായിപ്പുമാരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഒരു ട്രാക്ട് ഉണ്ടായിരുന്നെന്ന് അവർ പറഞ്ഞു. പക്ഷെ അവരുടെ ഭാഷയിൽ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ട്രാക്റ്റുകൾ ലഭ്യമല്ല. ദൈവം എനിക്ക് ആ ദേശത്തെക്കുറിച്ച് തന്ന ഭാരം, ഞാൻ പല രാജ്യങ്ങളിൽ പോകുന്നുണ്ട്, എന്നാൽ ഈ വാക്യം വെച്ച് കർത്താവ് എന്നോട് ഇടപെടുവാൻ തുടങ്ങി. ഞാൻ ശ്രീലങ്കയിൽ താമസിക്കുന്ന സമയത്താണ്, ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ വാക്യത്തിലുള്ള കർത്താവ് എന്നോട് സംസാരിച്ചത്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് കൽപ്പിക്കുന്നു. എവ്രി വൺ എവ്രിവെയർ. ഞാനിത് അവിടെയുള്ള പാസ്റ്റേഴ്സ്, എനിക്ക് അവിടുത്തെ ചർച്ചസിലെ വാസ്തവത്തിൽ ദൈവം ഒത്തിരി ആക്സസ് തന്നിട്ടുണ്ട്. പാസ്റ്റേഴ്സിനോട് ഒത്തിരി രാജ്യവ്യാപകമായിട്ട് തന്നെ പാസ്റ്റേഴ്സിനോട് എനിക്ക് ആക്സസ് കർത്താവ് തന്നതാണ്. അതുകൊണ്ട് പാസ്റ്റേഴ്സിന്റെ കോൺഫറൻസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ ചെന്നിട്ട് അവരെ ഉത്സാഹിപ്പിക്കുന്ന ഇതാണ്: ടാൻസാനിയയിൽ എവ്രിവെയർ, എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. മൊസാംബിക്കിനും അതേപോലെ തന്നെ അവിടെയുള്ള രാജ്യങ്ങളിൽ, ഈസ്റ്റ് ആഫ്രിക്കയിലെ രാജ്യങ്ങളിൽ ഞാൻ ചെല്ലുമ്പോഴെല്ലാം ഞാൻ പറയുന്ന കാര്യം ഇതാണ്: എല്ലായിടത്തും എല്ലാവരും. ഇന്ത്യയുടെ കാര്യം അത് തന്നെയാണ്. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് കൽപ്പിക്കുന്നു. കൽപ്പിക്കുക, സജഷൻ അല്ല. കുറെ പേരൊക്കെ രക്ഷിക്കപ്പെട്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്നല്ല. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. പ്രിയമുള്ളവരെ, എല്ലാവരും എല്ലായിടത്തും. ഞാൻ അവർക്ക് ആവശ്യമായ ട്രാക്റ്റുകളും മറ്റും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടു. ദൈവത്തിന്റെ കരുണയാൽ സ്വാഹിലി ഭാഷയിൽ കഴിഞ്ഞ ചില വർഷങ്ങൾക്കുള്ളിൽ 25 ലക്ഷം ട്രാക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, പ്രിന്റ് ചെയ്യാനല്ല, കാശുണ്ടെങ്കിൽ ആർക്കും പ്രിന്റ് ചെയ്യാം, ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയല്ല. 25 lakhs, 25 ലക്ഷം ട്രാക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കർത്താവ് സഹായിച്ചു. ഞാൻ അവരെ ഉത്സാഹിപ്പിക്കുന്ന കാര്യം ഇതാണ്: നിങ്ങളുടെ പട്ടണത്തിൽ ഒരാൾ പോലും സുവിശേഷം കേൾക്കാതെ നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങളുടെ പട്ടണത്തിൽ മാനസാന്തരത്തിനുള്ള സന്ദേശം ചെല്ലാതെ, കേൾക്കാതെ ആരും നശിച്ചു പോകരുത്. നമ്മളെ ദൈവം ദേശത്തിന്റെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ, കാവൽക്കാരിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ, എല്ലായിടത്തും എല്ലാവരും. സഭയ്ക്കുള്ളിൽ ആവശ്യമുണ്ട്, സഭയ്ക്ക് പുറത്ത് ആവശ്യമുണ്ട്. ആർക്കാണ് സുവിശേഷം ആവശ്യമുള്ളത്? യേശുവില്ലാത്തവർക്ക്, വിശുദ്ധമായി ജീവിക്കാത്തവർക്ക്, എല്ലാവർക്കും. അത് സഭയ്ക്കുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും. ജോൺ വെസ്ലി പറഞ്ഞതുപോലെ, എവ്രി മാൻ വിത്ത് ക്രൈസ്റ്റ് ഈസ് എ മിഷനറി ആൻഡ് എവ്രി മാൻ വിതൗട്ട് ക്രൈസ്റ്റ് ഈസ് എ മിഷൻ ഫീൽഡ്. യേശു ക്രിസ്തു ഉള്ള എല്ലാവരും ഒരു മിഷനറിയാണ്. യേശു ക്രിസ്തു ഇല്ലാത്ത എല്ലാവരും ഒരു മിഷൻ ഫീൽഡാണ്. അത് സഭയ്ക്കുള്ളിലാണെങ്കിലും. യേശുവില്ലാത്ത ജനങ്ങൾ ഇന്ന് സഭയിലുണ്ട്, അത് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. അവനൊരു മിഷൻ ഫീൽഡാണ്. നിങ്ങളുടെ അയൽവക്കത്ത് യേശുവില്ലാത്ത ജനങ്ങൾ ഒരു മിഷൻ ഫീൽഡാണ്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരം. അത് കർത്താവിന്റെ കൽപ്പനയാണ്, വാറന്റാണ്. ഒരു ലെറ്റർ കൊടുക്കുകയായിരുന്നെങ്കിൽ, സജഷൻ കൊടുക്കുകയായിരുന്നെങ്കിൽ എവിടെങ്കിലും എറിഞ്ഞു കൊടുത്തേച്ച് പോരാമായിരുന്നു. ഇതല്ല. ഓരോ വ്യക്തിയുടെയും അടുത്ത് ചെന്ന് നമ്മൾ പറയണം, ഈ സന്ദേശം എല്ലാവരിലും എത്തണം. എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെടണം. കണ്ണുകളെ അടയ്ക്കാം. ഇത്രത്തോളം എന്നെ സ്നേഹിച്ച എന്നേശുവേ, ഇത്രത്തോളം എന്നെ നടത്തിയ എൻ ദൈവമേ, ഇനിയും നിന്നെ പിരിഞ്ഞു ജീവിതം ഇല്ലെനിക്ക്. ഇനിയുമെന്നും നീ മതി, നീ മതി. ഇനിയും നിന്നെ പിരിഞ്ഞു ജീവിതം ഇല്ലെനിക്ക്. ഇനിയുമെന്നും നീ മതി, നീ മതി.
എന്നെ രക്ഷിപ്പാൻ ഉന്നതം വെടിഞ്ഞു മണ്ണിൽ വന്നോനേ. പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാൻ ഉന്നതം വെടിഞ്ഞു മണ്ണിൽ വന്നോനേ. കാൽവരിയിൽ യാഗമായി സ്നേഹം കാട്ടിയോനെ, ഇനിയുമെന്നും നീ മതി, നീ മതി. ഇത്രത്തോളം എന്നെ സ്നേഹിച്ച എന്നേശുവേ, ഇത്രത്തോളം എന്നെ നടത്തിയ എൻ ദൈവമേ, ഇനിയും നിന്നെ പിരിഞ്ഞു ജീവിതം ഇല്ലെനിക്ക്. ഇനിയുമെന്നും നീ മതി, നീ മതി. ാതിരുന്നപ്പോൾ കൂടെ നിന്നവർ അകന്നു പോയപ്പോൾ, ഒരു കണ്ണിനും ദയതോന്നാതിരുന്നപ്പോൾ കൂടെ നിന്നവർ അകന്നു പോയപ്പോൾ, മറുയാത്രയിൽ മന്നയും ജീവജലവും തന്നോനെ, ഇനിയുമെന്നും നീ മതി, നീ മതി. ഇത്രത്തോളം എന്നെ സ്നേഹിച്ച എന്നേശുവേ, ഇത്രത്തോളം എന്നെ നടത്തിയ എൻ ദൈവമേ, ഇനിയും നിന്നെ പിരിഞ്ഞു ജീവിതം ഇല്ലെനിക്ക്. ഇനിയുമെന്നും നീ മതി, നീ മതി. കര കാണാതെ പടകതിൽ ഏകനായി, കാറ്റും തിരയുമേറ്റവും അടിച്ചപ്പോ, കര കാണാതെ പടകതിൽ ഏകനായി, കാറ്റും തിരയും ഏറ്റവും അടിച്ചപ്പോൾ, അലകടലിൽ പാദമൂന്നി 4-ാം യാമം